कहाँ जाएगा हम लोग। ബി.ജെ.പിയുടെ ബുൾഡോസർ രാജിൽ വീട് നഷ്ടപ്പെട്ടവരെ കാണാൻ രാഹുൽ ഗാന്ധി എത്തി. ബഹുജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു, അവരുടെ ജോലികൾ കവർന്നെടുക്കുന്നു, അവസരങ്ങൾ കവർന്നെടുക്കുന്നു. ഇപ്പോൾ അവരുടെ തലയ്ക്ക് മുകളിലുള്ള മേൽക്കൂരയും അവർ കവർന്നെടുക്കുന്നു. ഇതാണ് ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ന് ജയിലർവാല ബാഗിൽ ഞാൻ കണ്ടത് അങ്ങേയറ്റം വേദനാജനകമായ രംഗങ്ങളാണ്. ബി.ജെ.പി ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദരിദ്ര കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ബി.ജെ.പിയുടെ ക്രൂരത കടുത്ത അനീതിയാണ്. ഭരണത്തിൻ്റെ മറവിൽ അവർ ദരിദ്രരെ ക്രൂരമായി അടിച്ചമർത്തുകയാണ്. പക്ഷേ ഈ ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും അവർക്ക് നീതി ലഭ്യമാക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദില്ലിയിലെ ചേരി നിവാസികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരുടെ വോട്ട് കൂടി കരസ്ഥമാക്കിയാണ് ബി.ജെ.പി സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുത്തത്. നേരത്തെ നിർമ്മാണം പൂർത്തിയായ ഫ്ളാറ്റുകളിൽ കുറച്ചു പേർക്ക് താമസ സൗകര്യം നൽകിയെങ്കിലും 500-ലധികം കുടുംബങ്ങളെ ഭവനരഹിതരാക്കിയ കുടിയൊഴിപ്പിക്കലാണ് ദില്ലിയിലെ അശോക് വിഹാറിൽ നടന്നത്. അശോക് വിഹാറിലെ ജയിലർവാല ബാഗിലും വസീർപൂരിലുമുള്ള ചേരികളിൽ വർഷങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങളുടെ വീടുകൾക്ക് മുകളിൽ ബുൾഡോസർ കയറിയപ്പോൾ അവിടെ കിടപ്പാടം ഇല്ലാതായ ആളുകളെ കാണാനാണ് ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത്. ആ പാവങ്ങളുടെ കണ്ണീർ തുടക്കാനും അവരുടെ വേദന മനസ്സിലാക്കാനും രാഹുൽ ഗാന്ധി എത്തിയത് അവർക്ക് വലിയ ആശ്വാസമായി. भगा देते। मेरे 1 साल के 2 बच्चे हैं, 3 बेटी है, आदमी भी नहीं है। स्टील लाइन में काम करती है, पुलिस वाले डेली आते भैया गाड़ी फाड़ के फेंक देते हैं। कोई मंदिर मायने नहीं रखता। कालका जी में भी तोड़ दिया गया यहाँ पे। और इलेक्शन से पहले यहाँ मोदी जी खुद आए थे, कहा था कि एक चीज नहीं मिलेगी, हर इलेक्शन के 2 महीने के बाद जमीन दोस्त कर दिए गए आगे घर। हम तोड़ दे रहे हैं, आप अपना जाके कोर्ट में देखिएगा, बताइएगा ये ऐसे किया है। लोग चिल्ला रहे हैं, पुलिस वाले हमें ऊपर से आदेश मिला हुआ मोदी जी का, इनको मार के भगाओ। कोई नोटिस नहीं, कोई देखिए नोटिस में लिखा गया था कि 40 मीटर तक अंदर तक तोड़ दिया गया है। तो बहुत ज्यादा तोड़ रखे हैं सर। एक बुजुर्ग आदमी सर दब कर पड़ा है। कितने एकड़ की ये सर बहुत लंबी है, समझ 4-5 हजार तोड़ी इन्होंने सर। कोई नोटिस नहीं, कोई देखिए नोटिस में लिखा गया था कि 40 मीटर तक अंदर तक तोड़ दिया गया है। तो बहुत ज्यादा तोड़ रखे हैं सर। एक बुजुर्ग आदमी सर दब कर पड़ा है। कितने एकड़ की ये सर बहुत लंबी है, समझ 4-5 हजार तोड़ी इन्होंने सर। कहाँ जाएगा हम लोग। हम कहाँ जाएंगे, कहाँ जाएंगे। केजरीवाल 5 साल तक थे, झुग्गियाँ नहीं टूटी थी। जैसे ही मोदी आए, अभी मोदी को आए हुए 6 महीने भी नहीं हुए, झुग्गियाँ टूट गई। रेखा गुप्ता जी बस झूठ बोलती हैं। वो कहती है कि हम गरीबों के साथ हैं। गरीबों के साथ नहीं, गरीबों के खिलाफ। गरीबों का मसला सिर्फ केजरीवाल था और कोई नहीं। ബി.ജെ.പി ഭരണകൂടങ്ങളുടെ ബുൾഡോസർ നീതിയല്ല, ക്രൂരതയാണ്. ബി.ജെ.പി ഭരണകൂടത്തിൻ്റെ മനുഷ്യത്വ വിരുദ്ധ മുഖമാണിത് കാണിക്കുന്നത്. പാവപ്പെട്ടവരുടെ വീടുകൾ തകർക്കുക എന്നുള്ളത് ബി.ജെ.പി ഭരണകൂടത്തിൻ്റെ ഒരു ഹോബിയായി മാറിയിരിക്കുന്നു. പാവപ്പെട്ടവൻ്റെ വീട് തകർക്കുന്ന നടപടിയെ എന്ത് ന്യായം പറഞ്ഞാണ് ന്യായീകരിക്കുക? ഇതൊരു നീതിയല്ല, കൊടും ക്രൂരതയാണ്, മനുഷ്യത്വ വിരുദ്ധ കൊടും ക്രൂരത. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആസാം, ഇപ്പോൾ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി സർക്കാരുകൾ വീട് തകർക്കുന്നു,
അവരുടെ നീതി നടപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. നിയമവിരുദ്ധമായി അല്ലെങ്കിൽ നിർമ്മാണപരമായ തെറ്റുകൾ ഉള്ളവരെയും അതില്ലാത്തവരെയും ഒരുപോലെ ടാർഗറ്റ് ചെയ്യുന്നു. കുറ്റവാളിയാണെങ്കിൽ പോലും വീട് തകർക്കാൻ ഏതു നിയമത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്? കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പേ വീട്ടിലേക്ക് ബുൾഡോസർ എത്തുന്നു. കോടതിയുടെ തീരുമാനം പോലും കാത്തിരിക്കാതെ ഭരണകൂടം തന്നെ ജഡ്ജിയായി, പോലീസായി, ശിക്ഷാ ഏജൻസിയായി മാറുന്നു. തകർക്കുന്ന വീടുകളിൽ ഒരു കുടുംബത്തിൻ്റെ ഉറക്കവും ഓർമ്മകളും അവരുടെ ജീവിതവും അടങ്ങിയിരിക്കുന്ന വീടുകൾ തകർക്കുമ്പോൾ അത് വെറും ഒരു കെട്ടിടമല്ല, അത് ഒരു മനുഷ്യൻ്റെ ജീവിതവും സ്വപ്നവുമാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇതിന് എന്ത് നീതിപൂർണമായ സാധ്യതയുണ്ട്? എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? മനുഷ്യത്വം ഉള്ളവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുമോ? മനുഷ്യത്വമില്ലാത്ത ഇത്തരം ക്രിമിനൽ നടപടികളെ ന്യായീകരിക്കുന്നവർ പിറ്റേന്ന് നിങ്ങളുടെ വീടാണ് തകർക്കുന്നത് എന്ന് എല്ലാവരും ഒന്ന് ഓർക്കണം. നമ്മുടെ നിശബ്ദത തന്നെയാണ് അടുത്തവൻ്റെ അന്യായത്തിന് വഴിവെക്കുന്നത്. BJP ഭരണത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നീതിയുടെ പേരിൽ ക്രൂരതയാണ്. ബുൾഡോസർ നീതി നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൻ്റെ വർഗീയ മുഖമാണിതിൽ കാണുന്നത്. വീട് തകർക്കുന്നത് ശിക്ഷയല്ല, മനുഷ്യാവകാശ ലംഘനമാണ്. ഇത് ജനാധിപത്യമോ അതോ ഏകാധിപത്യമോ? ഇന്ത്യൻ ജനത ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വോട്ടിംഗ് മെഷീൻ നിരോധിക്കാനുള്ള പ്രക്ഷോഭം ആരംഭിക്കേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ടിങ്ങിലൂടെ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾക്ക് ഇത്തരം ക്രൂരതകൾ നടപ്പാക്കാൻ സാധിക്കില്ല. EVM വോട്ടിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് എന്ത് ക്രൂരത നടത്തിയാലും വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഈ മനുഷ്യത്വ വിരുദ്ധ നടപടികളുമായി BJP സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.